നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് ബഹുമാനമുള്ള ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നൊരു പേരുണ്ട്, CP ജോൺ. സമാനതകളില്ലാത്ത നേതാവ് എന്നൊക്കെ വെറും വിശേഷണങ്ങളായി പലർക്കും ചേർക്കപ്പെടുമ്പോൾ CP ജോണിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, അദ്ദേഹം സമാനതകളില്ലാത്ത നേതാവ് തന്നെ. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് ഇക്കുറി CP ജോൺ മാറ്റുരയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കാലം ആവശ്യപ്പെടുന്ന ഒരു വിജയമാണ് CP ജോണിൻ്റേത്. സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം രാഷ്ട്രീയ നിലപാടുകളിലെ കൃത്യത തന്നെയാണ് CP ജോണിനെ വ്യത്യസ്തനാക്കുന്നത്. ഏതു വിഷയത്തിലും CP ജോണിനുള്ള പ്രാഗൽഭ്യം, ഒരു നാടിനു വേണ്ടി ശരിയായ പോരാട്ടങ്ങൾ നടത്താൻ പര്യാപ്തനായ ഒരു നേതാവ്. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും CP ജോണിന് വലിയ സ്നേഹമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ വാദങ്ങളിലെ കൃത്യത. CP ജോൺ ജയിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെയാണ് സുധീർ കരമനയെ പോലൊരു സ്ഥാനാർത്ഥിയെ LDF തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിർത്തിയത്. ആന്റണി രാജുവിൻ്റെ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു VS ശിവകുമാറിനെ തോൽപ്പിച്ച് LDF മന്ത്രിസഭയിൽ ഇരിപ്പിടവും കണ്ടെത്തി. 2.5 വർഷം ഇവിടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി. പിന്നീട് ആന്റണി രാജുവിനെതിരെയുള്ള ഒരു പഴയ കേസ്, അത് വലിയ വിവാദമായി വളർന്നു. ഒടുവിൽ കോടതി വിധി എതിരായി. ആന്റണി രാജുവിന് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർവാഹമില്ല. എന്നാൽ UDF പക്ഷത്ത് നേരത്തെ തന്നെ CP ജോണിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഒടുവിൽ ആ മണ്ഡലം CP ജോണിന് നൽകുകയും ചെയ്തു. ഇതോടെ എതിരാളിയെ കണ്ടെത്താൻ കഴിയാതെ പതറുന്ന LDFിനെയാണ് നമ്മൾ കണ്ടത്. ശക്തനായ എതിരാളിയെ കണ്ടെത്താൻ കഴിയാതെ പാടുപെട്ട LDFിന് മുന്നിൽ ശക്തനായ സ്ഥാനാർത്ഥിയായി CP ജോൺ കടന്നു വന്നു. പൂർണ്ണ ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ CP ജോൺ തുടക്കമിട്ടത്. ചുരുക്കത്തിൽ ഈ വരുന്ന നിയമസഭയിൽ തൻ്റേതായ ഇരിപ്പിടം CP ജോൺ കണ്ടെത്തി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം. UDF അധികാരത്തിൽ വന്നാൽ ആദ്യം മന്ത്രിയാകുന്ന ഒരു നേതാവ്. CP ജോണിനെ വിജയിപ്പിക്കേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ മാത്രം ആവശ്യമല്ല, അത് കേരളത്തിൻ്റെ ആവശ്യമാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഏറെ നിർണായകമാകുന്നത് ലാറ്റിൻ വോട്ടുകൾ തന്നെ. ഹൈന്ദവ വോട്ടുകൾക്കാണ് ഇവിടെ ഭൂരിപക്ഷം. എന്നാൽ പരമ്പരാഗതമായി UDFിന് കോൺഗ്രസ് മുന്നണിക്ക് ലാറ്റിൻ വോട്ടുകൾ ലഭിച്ചിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിലൂടെ ലാറ്റിൻ വോട്ടിൻ്റെ വലിയൊരു വിഹിതം പിടിച്ചെടുക്കാൻ LDFിന് കഴിഞ്ഞു. അതായിരുന്നു ആന്റണി രാജുവിൻ്റെ വിജയത്തിനു പിന്നിലെ രഹസ്യം. തീരപ്രദേശങ്ങളിലെ ലാറ്റിൻ വോട്ടർമാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഒരാളെ സ്നേഹിച്ചാൽ ഹൃദയം പറിച്ചു കൊടുക്കും. ആ സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ CP ജോണിന് കോസ്റ്റൽ മേഖലയിൽ നിന്ന് ലഭിച്ചത്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് ലഭിച്ചത് 38.1% വോട്ടുകൾ. എന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് നേടിയത് 40.58% വോട്ടുകൾ. തിരുവനന്തപുരം ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ലാറ്റിൻ കാത്തലിക്സ് ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുള്ളത് 19% വോട്ടുകൾ. മുസ്ലിം ന്യൂനപക്ഷവും ചുവടുറപ്പിച്ചിരിക്കുന്നു. 12 മുതൽ 13% വരെ മുസ്ലിം വോട്ടുകളും ഈ മേഖലയിലുണ്ട്. ഇക്കുറി UDFിന് അനുകൂലമായ ചിന്താഗതിയാണ് മുസ്ലിം സമുദായത്തിനുള്ളിൽ. 2021 അന്ന് അഡ്വക്കേറ്റ് ആന്റണി രാജു നേടിയത് 48,748 വോട്ടുകൾ. VS ശിവകുമാറിന് ലഭിച്ചത് 41,669 വോട്ടുകൾ. അന്ന് BJPയുടെ കൃഷ്ണകുമാർ നേടിയത് 34,996 വോട്ടുകൾ. 2016 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ VS ശിവകുമാറിന് അന്ന് ലഭിച്ചത് 46,474 വോട്ടുകൾ. മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം 2011 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തതയോടെ നമുക്ക് മനസ്സിലാകും. UDFിന് മേൽക്കൈയുള്ള ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ. 2016 46,474 വോട്ടുകൾ ശിവകുമാർ നേടി. എന്നാൽ ഇതേ ശിവകുമാറിന് 2021 ചുവട് പിഴച്ചു. 2011 VS ശിവകുമാറിനോട് എതിരിട്ടത് V സുരേന്ദ്രൻപിള്ള. അന്ന് സുരേന്ദ്രൻപിള്ളയ്ക്ക് കിട്ടിയത് 43,770. VS ശിവകുമാറിന് ലഭിച്ചത് 49,122. അന്ന് BK ശേഖർ എന്ന BJP സ്ഥാനാർത്ഥി നേടിയത് 11,519. ഒരു കാര്യം വ്യക്തമാണ്, BJPയുടെ വളർച്ച തന്നെയാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. BJP കൂടുതൽ വോട്ടുകൾ നേടിയപ്പോൾ ആർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന പരിശോധനയിൽ
തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴിതാ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കടന്നു വന്നിരിക്കുന്നത് സിനിമാ താരം സുധീർ കരമന. BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജെയിൻ. LDF കൺവീനർ TP രാമകൃഷ്ണൻ സുധീർ കരമനയുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ സുധീർ കരമനയുടെ കാര്യത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള താൽപര്യങ്ങൾ പിന്നീട് ചർച്ചയായി. നടനും സാംസ്കാരിക പ്രവർത്തകനും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമാണ് സുധീർ. പ്രശസ്ത നടനായ കരമന ജനാർദ്ദനന്റെ മകൻ. മറുവശത്ത് BJPക്ക് വേണ്ടി മത്സരിക്കുന്നതും മറ്റൊരു കരമന ജയൻ. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു തെറിച്ചതോടെ ഇടതുപക്ഷം ഒന്ന് പതറി. അവിടെയാണ് CP ജോൺ കയറി വീശിയതും. സുധീർ കരമനയെ മത്സരിപ്പിക്കുന്നതിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ വലിയ വിയോജിപ്പ്. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്ര സജീവമാകുന്നില്ല എന്ന പരാതി CPMനുള്ളിലുണ്ട്. സുധീർ കരമന തിരുവനന്തപുരം സെൻട്രലിൽ വിജയിക്കുമെന്നാണ് CPM പാർട്ടി പറയുന്നത്. എന്നാൽ CPM നേതാക്കൾ എത്രയോ ഈ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. കരമനഹരിയെ പോലെ പ്രവർത്തകർക്ക് പ്രിയങ്കരരായ ഏതെങ്കിലും ഒരു നേതാവിനെ ഇവിടെ മത്സരിപ്പിക്കരുതായിരുന്നു എന്ന ചോദ്യമാണ് CPMനുള്ളിൽ ഉയർന്നു വരുന്നത്. നേമം മണ്ഡലം എന്നും ആഗ്രഹിച്ചിരുന്നു കരമനഹരി. എന്നാൽ നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടി പിടിമുറുക്കിയതോടെ കരമനഹരി ഔട്ട്. സിറ്റിംഗ് സീറ്റ് താൻ നിലനിർത്തുക തന്നെ ചെയ്യുമെന്നാണ് സുധീർ കരമന പറയുന്നത്. AKG സെന്ററിലെത്തി CPM നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ കരമന സുധീർ അവിടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇപ്പോൾ മെനയുന്നത് പാർട്ടി നേതാക്കളുമായി ആലോചിച്ച്. തന്റെ ഈ സ്ഥാനാർത്ഥിത്വം സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള അവസരമാണ് എന്ന് കരമന പറയുന്നു. മറുവശത്ത് CP ജോൺ പയറ്റിത്തെളിഞ്ഞ നേതാവാണ്. അഭിനയം കൊണ്ട് വോട്ടുപെട്ടിയിൽ വോട്ട് വീഴില്ല എന്ന് കരമന സുധീർ മനസ്സിലാക്കുക. സുധീർ കരമന രംഗത്തെത്തിയതോടെ കരമന ജയനെ മാറ്റി G കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് BJPയിലെ ചില നേതാക്കൾ പറഞ്ഞിരുന്നു. അതിനുവേണ്ട ചില ചരടുവലികളും നടന്നു. എന്നാൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രിയങ്കരനായ കരമന ജയൻ തന്നെ മത്സരിക്കട്ടെ എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു. നഗരസഭ പരിധിയിൽ വരുന്ന മണ്ഡലമാണ്. ഇവിടെ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. 2016 മലയാളിയും ക്രിക്കറ്റ് താരവുമായിരുന്ന S ശ്രീശാന്ത് BJP സ്ഥാനാർത്ഥിയായി എത്തിയ മണ്ഡലം. അന്ന് ശ്രീശാന്ത് നേടിയത് 34,764 വോട്ടുകൾ. 2021 നടൻ G കൃഷ്ണകുമാർ മത്സരിച്ചു. 34,996 വോട്ടുകൾ നേടി. അന്ന് എതിരാളികളുടെ ചങ്കിടിപ്പ് ഉയർത്താൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞു. വിഴിഞ്ഞം, പൂന്തുറ തുടങ്ങിയ തീരദേശ മേഖലകളിലെ വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ വിജയിയെ നിശ്ചയിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു UDF നേതാവ്. സൈദ്ധാന്തികമായും ബൗദ്ധികപരമായും CP ജോൺ ഉയർന്നു തന്നെ തലയെടുപ്പോടെ നിൽക്കുന്നു. ബഹുമുഖ പ്രതിഭയെന്ന് CP ജോണിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ജനവിരുദ്ധ നയങ്ങളെ അദ്ദേഹം പലപ്പോഴും തുറന്ന് എതിർക്കാറുണ്ട്. UDF തങ്ങളുടെ ബൗദ്ധിക വിചാരധാരയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ എപ്പോഴും CP ജോണിനെ തേടും. കേരള രാഷ്ട്രീയ സാമൂഹിക ഘടനയിൽ അലിഞ്ഞു ചേർന്നതാണ് CP ജോണിൻ്റെ ജീവിതം. SFIയിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. SFIയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാന പ്രസിഡന്റായി, അതും 1980-85 കാലഘട്ടത്തിൽ. തുടർന്ന് SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായി അദ്ദേഹം അധികാരമേറ്റു. MA ബേബി, സീതാറാം യെച്ചൂരി എന്നിവരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ MP രാഘവന്റെ ബദൽ രേഖ വരുന്നു. MP രാഘവനൊപ്പം കട്ടയ്ക്ക് നിന്നു CP ജോൺ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും MP രാഘവനൊപ്പം ആ ചിന്താധാരയിൽ ആകൃഷ്ടനായി കൂടുതൽ ശക്തമായി പ്രവർത്തനം തുടരുകയും ചെയ്തു. MBRന്റെ വലങ്കൈയായി അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ നിലകൊണ്ടു. 2014 മുതൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. 2001, 2006, 2011, 2016 വർഷങ്ങളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം. മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഇന്ന് ആഴത്തിൽ വിശകലനം ചെയ്യാൻ കേരളത്തിലുള്ള അപൂർവ നേതാക്കളിൽ ഒരാൾ. സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ വിമർശനാത്മക കാഴ്ചപ്പാടുകളാണ് CP ജോണിനുള്ളത്. സാമ്പത്തിക വിഷയങ്ങളിലുള്ള അവഘാതം, ബൗദ്ധികമായ ഉയർന്ന ചിന്താധാര, ജനങ്ങളുടെ പൾസറിഞ്ഞ ഒരു ജനനായകൻ. തിരുവനന്തപുരം സെൻട്രൽ ഇക്കുറി UDF പിടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.